അൽഫ്രഡ് നോബൽ എന്നൊരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു സ്വീഡിഷ് സയൻറ്റിസ്റ്റാണ്, കെമിസ്റ്റാണ്, എൻജിനീയറാണ്. 350-ൽ കൂടുതൽ പാറ്റൻ്റ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാറ്റൻ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്സിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ലുഡ്വിഗ് നോബൽ മരണപ്പെട്ടപ്പോൾ 1800-കളിലാണ് ലുഡ്വിഗ് നോബൽ മരണപ്പെട്ടപ്പോൾ ഒരു ഫ്രഞ്ച് പത്രം അദ്ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ച് മരണത്തിൻ്റെ മൊത്തക്കച്ചവടക്കാരൻ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പബ്ലിഷ് ചെയ്യണ്ടായി. പിറ്റേ ദിവസം പത്രത്തിൽ ഈ വാർത്ത കണ്ട അൽഫ്രഡ് നോബൽ വളരെയധികം വിഷമിച്ചു. കാരണം ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്നെപ്പറ്റി ജനങ്ങളും പത്രങ്ങളും ഇങ്ങനെയായിരിക്കുമോ സംസാരിക്കുക എന്നൊരു ചിന്ത അദ്ദേഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കുകയും തൻ്റെ സ്വത്തിൻ്റെ 94% അദ്ദേഹം നോബൽ പ്രൈസിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു. ഇന്ന് സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ അഡ്വക്കേറ്റ് BA ആളൂർ മരണപ്പെട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഒരാൾ മരണപ്പെട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ കാണുകയുണ്ടായത്. ആദ്യമായിട്ടാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു കാരണവശാൽ, ഹൈപ്പത്തറ്റിക്കലി അത് സാധ്യത വളരെ കുറവാണ്, ഏതെങ്കിലും ഒരു കാരണവശാൽ BA ആളൂർ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നീതിക്ക് വേണ്ടിയും സത്യത്തിനു വേണ്ടിയും അദ്ദേഹം നിലകൊള്ളാനുള്ള സാധ്യത ഉണ്ടാകുമെന്നൊരു ചെറിയ ഒരു തോന്നൽ. നമുക്കൊരു പാഠമുണ്ട് അതിനകത്ത്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി നല്ലത് പറയാൻ കുറച്ചാളുകൾ വേണം. മോശം പറയാതിരിക്കാവുന്നൊരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പാഠമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു വെരി മച്ച്.